കൺമണിക്കിളി പൊന്നിളം കിളി രാരിരാരിരോ രാരിരാരിരോ കൺമണിക്കിളി പൊന്നിളം കിളി താഴമ്പൂക്കൾ പൂത്ത ചേലു കാണാ പാട്ടു കുഞ്ഞു തൊട്ടിൽ നീലവാനിലെ നിലാവിൻ തോപ്പിലെ മണിക്കതിർക്കിനാവ് കണ്ടുവോ അപ്പോ ഇങ്ങനൊരു കേസിന് സാധ്യതയില്ലെന്നാണോ വക്കീൽ പറഞ്ഞു വരുന്നത്? ഒരിക്കലുമല്ല. നിങ്ങളീ പറഞ്ഞ കൈമാറ്റം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. ബട്ട് അതിന് നമ്മൾ നിരത്തുന്ന തെളിവുകൾ, അതാണ് പ്രധാനം. നിരാശപ്പെടാൻ വരട്ടെ ശശികുമാർ, നമുക്ക് ശ്രമിക്കാം. അല്ല, ഈ പറഞ്ഞ ഡോക്ടർ അല്ലാതെ, ഐ മീൻ താങ്കൾ സൂചിപ്പിച്ച സ്ത്രീ, നിങ്ങളുടെ മദറില്ല, അവരെ നമുക്ക് കിട്ടുമോ? അത് എനിക്ക് ഉറപ്പില്ല സാർ. ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ എൻ്റെ വൈഫിന് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ നിലയ്ക്ക് യെസ് ഐ നോ ഇറ്റ്. അല്ല, ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ അവകാശി അതിനെ വിട്ടുതരാൻ പറ്റില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ടോ? കോടതിക്ക് പുറത്തൊരു സെറ്റിൽമെന്റ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇല്ല സാർ, അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്ക് തീരെയില്ല. അതുകൊണ്ടാണ് ഞാൻ നിയമത്തിൻ്റെ വഴി നോക്കാൻ തീരുമാനിച്ചത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, പിതൃത്വത്തെ ചൊല്ലി തർക്കമുണ്ടാകുന്ന കേസുകളിൽ ചിലത് DNA ടെസ്റ്റിന് വിധേയമാക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും? കേൾക്കുമ്പോൾ അതൊരു ഈസി പ്രോസസ്സാണെന്ന് തോന്നും. പക്ഷേ അതിലേക്ക് വരണമെങ്കിൽ ഒരുപാട് കടമ്പകൾ നമ്മൾ കടക്കേണ്ടതുണ്ട്. ആദ്യം ഇതിന്റെ ഉദ്ദേശശുദ്ധി കോടതിക്ക് ബോധ്യമാവണം. ദെൻ വാദിഭാഗത്തു നിന്നും സോളിഡ് എവിഡൻസ് വേണം. ഇതൊക്കെ ബോധ്യമായെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ശാസ്ത്രീയമായ പരീക്ഷണത്തിന് കോടതി അനുവദിക്കൂ. അൺഫോർച്ചുനേറ്റ്ലി നമുക്കത്ര സപ്പോർട്ടുകളൊന്നുമില്ല. ഏതായാലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് നോക്കട്ടെ. 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് വീണ്ടും കാണാം. എന്നാ ഞാൻ വിളിച്ചിട്ട് വരാം സാർ. ഓക്കെ മിസ്റ്റർ ശശികുമാർ, ധൈര്യമായി പോയിക്കോളൂ. നമുക്കെന്തെങ്കിലും വഴി കണ്ടെത്തിയല്ലേ പറ്റൂ. ശരി. ജസ്റ്റ് എ മിനിറ്റ്, ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാൻ വിട്ടു. മാറ്റപ്പെട്ട കുട്ടി, അതായത് നിങ്ങളുടെ യഥാർത്ഥ കുട്ടി, ഇപ്പോൾ ആരുടെ സംരക്ഷണയിലാണ്? നന്ദകുമാർ എന്നൊരാളുടെ വീട്ടിലാ. നന്ദകുമാർ അതായത്? ആളൊരു കോൺട്രാക്ടറാ, ഇവിടുത്തെ ലീഡിംഗ് കക്ഷിയാ. ഓ അത് ശരി. ഏതായാലും ഞാനത് അന്വേഷിക്കട്ടെ. എന്നാ ഞാൻ ഇറങ്ങാം. ഓക്കെ.
ഹലോ, ജഗന്നാഥിനെ ഒന്ന് കിട്ടുമോ? ഓഹോ, എപ്പോ വരും? വന്നാൽ അഡ്വക്കേറ്റ് പ്രഭാകരനെ ഒന്ന് വിളിക്കാൻ പറയണം. അർജന്റാണ്. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ വെച്ചാ പ്രഭാകരൻ നായർ എന്നോട് പറഞ്ഞത്. എന്നുവെച്ച് ചിലപ്പോൾ അയാൾ തന്നെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയെന്നും വരും. എനിവേ, ശശിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കമുണ്ടാവാൻ ചാൻസ് ഉള്ള സ്ഥിതിക്ക് നമ്മളും കുറച്ച് മുൻകരുതൽ എടുക്കണം. എന്താ നിന്റെ അഭിപ്രായം? സി നന്ദ, ഇത്തരം ഒരു ക്രിട്ടിക്കൽ സാഹചര്യത്തിൽ നീ ഇങ്ങനെ പതറിയാൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയുള്ളൂ. അയാളുടെ ലക്ഷ്യം നമ്മുടെ കുട്ടിയാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ അത് ഡിഫെൻഡ് ചെയ്യാനുള്ള എല്ലാ മാർഗവും നമ്മൾ കരുതണം. എനിക്കൊന്നും അറിയില്ല ഏട്ടാ. ഒരു കാര്യം മാത്രം എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ കുഞ്ഞ്, എൻ്റെ കണ്ണൻ, അവനെ എനിക്ക് നഷ്ടപ്പെടരുത് ഒരിക്കലും. ഛേ, എന്താ നന്ദ നീ ഇങ്ങനെ? ജ്യോതിയേക്കാൾ കഷ്ടമാണല്ലോ നിന്റെ കാര്യം. ഒന്ന് സമാധാനിക്കടാ. നീ ഈ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. ഞാനില്ലേ നിന്റെ കൂടെ. മനസ്സമാധാനത്തോടൊന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങൾ എത്രയാണെന്നറിയോ? എല്ലാം ഉള്ളിൽ ഒതുക്കി ജ്യോതിയുടെ മുന്നിൽ സന്തോഷം നടിക്കുമ്പോൾ മനസ്സിലിരുന്ന് തിളക്കിയതൊക്കെ. പാവം എൻ്റെ ജ്യോതി. കേസും വഴക്കുമായി കോടതിയിലേക്ക് നീങ്ങുമ്പോൾ അവളിതൊക്കെ അറിയില്ലേ? നമുക്കറിയിക്കേണ്ടി വരില്ലേ? ആ അവസ്ഥയെക്കുറിച്ച് എനിക്ക് ഓർക്കാൻ കൂടി കഴിയുന്നില്ലേട്ടാ. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ. ആരെയും ഇതൊന്നും അറിയിക്കാതെ എത്രയും പെട്ടെന്നൊരു സൊല്യൂഷൻ, അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. കുഞ്ഞിനെ തിരികെ കൊടുക്കണമെന്നിൽ കുറഞ്ഞ് ഒരു കോംപ്രമൈസിനും അയാൾ തയ്യാറാവില്ലെന്നാ എനിക്ക് തോന്നുന്നത്. മണ്ടത്തരം പറയാതിരിക്കുന്നെന്താ? അയാളുടെ പറച്ചിൽ കേട്ട് നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നിന്റെ കുഞ്ഞിനെ ആവശ്യപ്പെടാൻ എന്ത് അധികാരം അയാൾക്ക്? അയാൾ പറഞ്ഞതിൽ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്കിപ്പോൾ സംശയമുള്ളൂ. ബാക്കിയൊക്കെ എന്റെ അന്വേഷണത്തിലും സത്യമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. എന്റെ ഒരു സൂപ്പർവൈസർ മുഖേന ഞാൻ വിജയശ്രീ നഴ്സിംഗ് ഹോമിൽ അന്വേഷിച്ചിരുന്നു. ജ്യോതിയുടെ ഡെലിവറിയുടെ അന്ന് തന്നെയായിരുന്നു അയാളുടെ ഭാര്യയും പ്രസവിച്ചത്, അതും ഒരേ സമയത്ത്. അതുകൊണ്ട് കുട്ടിയെ മാറ്റാൻ ഇടയുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അനുകൂലമായ എല്ലാ സാഹചര്യവും മുതലെടുത്ത് വളരെ വിദഗ്ധമായി അയാൾ പ്ലാൻ ചെയ്ത ഒരു നാടകമാണിതെങ്കിലോ? എന്തുകൊണ്ട് നിനക്ക് അങ്ങനെ ചിന്തിച്ചുകൂടാ? എന്തിനു വേണ്ടി? അത്തരം ഒരു നാടകം കൊണ്ട് അയാൾക്ക് എന്താണ് ഏട്ടാ പ്രയോജനം? സ്വന്തം കുഞ്ഞിനെ ബലിയാടാക്കി ആരെങ്കിലും ഇങ്ങനെ ഒരു നാടകം കളിക്കൂ? നന്ദ, നിന്നെപ്പോലെ നേർരേഖയിൽ മാത്രം ചിന്തിക്കാൻ എനിക്കാവില്ല. ഓഫ്കോഴ്സ് അതിന്റെ പിന്നിൽ എന്റെ വക്കീൽ ബുദ്ധി ആയിരിക്കും. അതുകൊണ്ടുള്ള പ്രയോജനം പിന്നീട് ബോധ്യമാവും. ഒരു കാര്യം മാത്രം നീ ഇപ്പം ശ്രദ്ധിക്കണം. ശശിയുടെ മുന്നിൽ ഒരിക്കലും ഒരു ഭീരുവിനെ പോലെ പെരുമാറരുത്. അത് അയാൾക്ക് കൂടുതൽ കരുത്ത് പകരുകയുള്ളൂ. അയാളുടെ അടുത്ത നീക്കം എന്താണെന്നറിയട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നീ എന്താ മോൻ ആലോചിക്കുന്നത്? വെറുതെ ഓരോന്നിങ്ങനെ. എന്ത് തെറ്റ് ചെയ്തിട്ടമ്മേ എനിക്ക് ഇങ്ങനെ ഒരു വിധി? തെറ്റ് ചെയ്തത് നീ ഞാനും ഒന്നല്ലടാ. നീ വിശ്വസിച്ച് നിന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നവര് തന്നെയാ. ഇഷ്ടമില്ലാതിരുന്നിട്ടും ഞാൻ ഈ ബന്ധത്തിന് സമ്മതം മൂളിയത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. അതുപോലൊരു സ്നേഹം അവളും അവളുടെ വീട്ടുകാരും നിന്നോട് കാണിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഈ ചതിക്ക് നിന്റെ ഭാര്യ കൂട്ടുനിൽക്കൂ. ഇക്കാര്യത്തിൽ ശ്യാമയ്ക്ക് പങ്കുണ്ടാവില്ല. അത് നിന്റെ മനസ്സിന്റെ ശുദ്ധഗതി കൊണ്ട് തോന്നുന്നതാ മോനെ. അവൾക്ക് പങ്കില്ലെങ്കിൽ ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാൻ നിന്നേക്കാൾ കൂടുതൽ ആഗ്രഹം തോന്നേണ്ടത് അവൾക്കല്ലേ? നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഏതെങ്കിലും അമ്മമാര് വിട്ടുകൊടുക്കൂടാ? ആലോചിച്ചു നോക്ക്. ഈ പോക്ക് കണ്ടിട്ട് നിന്റെ കുഞ്ഞിനെ നിനക്ക് കിട്ടുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അതിനെ അങ്ങ് മറന്നു കളയാൻ അവള് പറഞ്ഞാ നീ അതിനും തയ്യാറാവും. ഇല്ല, ഞാൻ അതിന് തയ്യാറല്ല. എനിക്കവനെ വേണം. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഞാൻ ഒരുക്കാ. ഒരു കേസ് ഫയൽ ചെയ്യുന്ന കാര്യം വക്കീലുമായി സംസാരിച്ചിട്ടാണ് വന്നത്. കേസും കൂട്ടമൊക്കെ കഴിഞ്ഞു വരാനായിട്ട് എത്ര നാളെടുക്കും നിനക്കറിയോ? അപ്പ ഈ കുട്ടികൾക്ക് തിരിച്ചറിയാനുള്ള പ്രായാവും. പിന്നെ അച്ഛനമ്മമാരെ വിട്ടുവരാൻ ചിലപ്പോ കുട്ടികൾക്ക് കഴിയാതെ വന്നാലോ? വിഷമിക്കണ്ട, നീ നിന്റെ വഴിക്ക് നീങ്ങിക്കോ. എളുപ്പം ജയിക്കാൻ തക്ക ചില വഴികൾ എന്റെ മനസ്സിലുണ്ട്. അതിനുവേണ്ടിയാ ഞാൻ പോകുന്നത്. അമ്മ എന്താ കണ്ടുവച്ചിരിക്കുന്നത്? ഇപ്പൊ നീ അതറിയണ്ട. ഒരു കാര്യം മാത്രം മനസ്സിൽ വെച്ചാ മതി.
നമ്മൾ രണ്ടുപേരുടെ ലക്ഷ്യം ഒന്നാ. വഴി മാത്രമേ രണ്ടുള്ളൂ. നന്ദൻ, മനസ്സു നൊന്ത് തനിക്ക് എന്നെ ഒന്ന് ശപിക്കെങ്കിലും ചെയ്തൂടെ? ഒന്നും പറയാതെയുള്ള നിങ്ങളുടെ ഈ മുഖം എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നു. ഇവിടെ വന്ന് നിങ്ങളെ കാണുന്നതിന് തൊട്ടു മുമ്പ് വരെ മനസ്സിൽ നേരിയ പ്രതീക്ഷ ബാക്കിയുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ മനസ്സ് ശൂന്യമാണ്. ശപിക്കാൻ പോയിട്ട് ഒന്നുറക്കെ കരയാൻ പോലും കഴിയുന്നില്ല എനിക്ക്. ജ്യോതിയുടെ കാര്യങ്ങളൊക്കെ ഡോക്ടർക്കും അറിയാവുന്നതല്ലേ? സ്വന്തം ജീവൻ പോലും പണയം വെച്ച അവൾ ഗർഭം ധരിച്ചതും കുഞ്ഞിനെ പ്രസവിച്ചതും. എന്നിട്ടും നിങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ ചതിച്ചു. ഞാൻ പറഞ്ഞല്ലോ നന്ദൻ, ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം. ഒരു നിമിഷം കൂടെ നിങ്ങളെടുത്ത തീരുമാനം തകർത്തത് രണ്ട് കുടുംബങ്ങളുടെ സ്വസ്ഥതയാണ്. സംഭവിച്ചതൊക്കെ ഒരു രഹസ്യമായി സൂക്ഷിക്കാനുള്ള മനസ്സ് പോലും നിങ്ങൾക്കുണ്ടായില്ലല്ലോ. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ദയ നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു. ഇതൊക്കെ എങ്ങനെയായി തീരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ ഇതിന്റെ പേരിൽ നിങ്ങളെക്കാളൊക്കെ വേദന അനുഭവിക്കുന്നത് ഞാനാണ്. വേദന? സ്വന്തം കുഞ്ഞാണെന്ന് വിശ്വസിച്ച് അതിനെ മുലയോട്ടി വളർത്തുന്ന ഒരു സ്ത്രീയുണ്ട് എന്റെ വീട്ടിൽ. ഹൃദ്രോഗിയായ ഒരു അമ്മ. ആ അമ്മയുടെ മനസ്സ് വിങ്ങുന്നതിന്റെ 1001 അംശം വരുമോ ഡോക്ടർ നിങ്ങളീ പറഞ്ഞ വേദന? സ്വന്തം ചോരയില്ലെന്ന് അറിഞ്ഞിട്ടും ഒരു നിമിഷം പോലും അവനെ പിരിയാൻ കഴിയാത്ത ഈ അച്ഛന്റെ മനസ്സിന്റെ മുമ്പിൽ നിങ്ങളുടെ വേദന ഒന്നുമല്ല ഡോക്ടർ. ഒരു കടുകുമണിയോളം പോലും അതിന് സ്ഥാനവുമില്ല. അല്പമെങ്കിലും മനസാക്ഷി അവശേഷിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഡോക്ടർ ഒരു ഉപകാരം ചെയ്യണം. അല്പം ക്രൂരമാണെന്നറിയാം, പക്ഷേ അതല്ലാതെ മറ്റു വഴികളൊന്നും എന്റെ മുന്നിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പറയൂ നന്ദൻ, ഉപകാരമായിട്ടല്ല, ചെയ്തുപോയ തെറ്റിന് പ്രായച്ചിത്വമായിട്ട് എന്തു വേണമെങ്കിലും ചെയ്യാം. കേസുമായി മുന്നോട്ട് പോകാനാണ് ശശിയുടെ തീരുമാനമെങ്കിൽ കോടതിയിൽ ഡോക്ടർക്ക് അത് നിഷേധിക്കാമോ? കുഞ്ഞുങ്ങൾ മാറിപ്പോയിട്ടില്ലെന്ന് ഡോക്ടർക്ക് കോടതിയിൽ പറയാമോ? നന്ദൻ, സ്വാർത്ഥതയാണ്. പക്ഷേ പ്രാണനേക്കാൾ അധികം ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഭാര്യയും മകനും എനിക്ക് നഷ്ടമാവാതിരിക്കാൻ ഡോക്ടർ ഈ ഫേവർ ചെയ്തേ പറ്റൂ. കോടതിയിൽ ഒരേ ഒരു വാക്ക്, ആ ഉറപ്പ് ഡോക്ടർ എനിക്ക് തരണം. ഒരല്പം കരുണ, അതേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ഡോക്ടർ ആലോചിക്കും. മിസ്റ്റർ നന്ദകുമാറിന്റെ വീടല്ലേ? അതെ. എന്റെ പേര് ഗായത്രി. നന്ദകുമാറിനെ ഒന്ന് കാണാൻ വന്നതാ. നന്ദേട്ടൻ രാവിലെ പോയല്ലോ. ഞാൻ വന്നത് നന്ദകുമാറിന്റെ ഒരു സഹായം തേടിയാ. നന്ദകുമാറിന്റെ മിസ്സസ് അല്ലേ? അതെ. എന്താ പേര്? ജ്യോതി. നന്ദകുമാർ ഇല്ലാത്ത സ്ഥിതിക്ക് വന്ന കാര്യം ജ്യോതിയോട് പറഞ്ഞിട്ട് പോകാം അല്ലേ? വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. മോൻ തനിച്ച ഇരിക്കൂ. മോൻ മിടുക്കനാണല്ലോ. എന്താ പേര്? കണ്ണൻ. നല്ല പേരാ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പഴയ പേര് തന്നെ ഇടുന്നത്. എനിക്കുണ്ടൊരു കൊച്ചുമോള്, അമ്മു. അമ്മുക്കുട്ടിന്നാ ഞാൻ വിളിക്കാറ്. അല്ല, വന്ന കാര്യം പറഞ്ഞില്ല. പറയാം. എന്റെ മൂത്ത മോൻ ദിലീപ് കുവൈറ്റിലാ ജോലി ചെയ്യുന്നത്. 8-9 കൊല്ലായി കുടുംബമായിട്ട് അവിടെ തന്നെയാ. കുട്ടികളൊക്കെ വളർന്നപ്പോ അവരെയും വൈഫിനെ ഇവിടെ ആക്കണമെന്നാ അവന്റെ ആഗ്രഹം. ലീവിന് വന്നപ്പോ വീട് വെക്കാനായിട്ട് ടൗണിൽ 20 സെന്റ് സ്ഥലവും വാങ്ങിച്ചു. വീടിന്റെ കാര്യത്തിൽ അവന് ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. പുറം നാട്ടിലൊക്കെ ജീവിച്ച് ശീലിച്ചവരല്ലേ, അവർക്ക് അവരുടേതായ ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സ്കെച്ചും പ്ലാനും ഒക്കെ അയച്ചു തന്നു. പറ്റിയൊരു കോൺട്രാക്ടറെ കണ്ടുപിടിച്ച് പണി എത്രയും വേഗം തുടങ്ങണമെന്നാ അവൻ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാ എന്റെ ഒരു ഫ്രണ്ടിന്റെ മകന്റെ ഹൗസ് വാമിങ്. നന്ദൻ ചെയ്ത ആ വീട് കണ്ടപ്പോ തന്നെ എനിക്കങ്ങ് ബോധിച്ചു.
അപ്പൊ മോന്റെ വീടും നന്ദനെ കൊണ്ട് തന്നെ വർക്ക് ചെയ്യിപ്പിക്കണോന്ന് ഞാൻ ഉറപ്പിക്കുകയും ചെയ്തു. നന്ദേട്ടൻ ഈ ഇടയിൽ നല്ല ബിസിയാ. കുറച്ചു നാളത്തേക്ക് പുതിയ പ്രോജക്റ്റ് ഒന്നും എടുക്കുന്നില്ലെന്ന് ഇന്നലെ ആരോട് പറയുന്നത് കേട്ടു. അയ്യോ, അങ്ങനെ പറഞ്ഞൊഴിയരുത്. എനിക്ക് വേണ്ടി ഒന്ന് ഹസ്ബൻഡിനോട് സ്ട്രോങ് ആയിട്ട് കുട്ടി റെക്കമെൻഡ് ചെയ്യണം പ്ലീസ്. ഞാൻ പറഞ്ഞു നോക്കാം. പക്ഷേ അത് മാത്രം പോരാ, നന്ദേട്ടനെ നേരിട്ട് കണ്ട് ഈ വിവരം ഒന്ന് പറയണം. എന്നാലേ പുള്ളിക്കാരന് അതിന്റെ ഗൗരവം മനസ്സിലാവും. അത് ഞാൻ പറയാം. പക്ഷെ ജ്യോതിയുടെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ മിസ്റ്റർ നന്ദൻ ഇതിന്ന് ഒഴിവാകില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്നാ ഞാൻ വരട്ടെ. അയ്യോ, കുടിക്കാനൊന്നും എടുത്തില്ലല്ലോ. ചായയോ കാപ്പിയോ എന്താ വേണ്ടേ? ഒന്നും വേണ്ടെന്നേ, ഇനിയും വരാല്ലോ. അത് പറ്റില്ല. ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് അത് ഇത്രയും പരിചയ സ്ഥിതിക്ക് ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോയാ മതി. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എന്നാ മോനെ അതുവരെ ഞാൻ നോക്കിക്കൊള്ളാം. ആള് വില്ലനാ, സൂക്ഷിക്കണം. ചിലപ്പോ ഡ്രസ്സിൽ ഇവൻ പണി പറ്റിച്ചേക്കും. അതൊന്നും സാരമില്ലെന്നേ. ഉണ്ണിമൂത്രം പുണ്യാഹന്നല്ലേ, അല്ലേടാ വാവേ? മോനു, ഇവൻ കുസൃതിയൊന്നും ഒപ്പിച്ചില്ലല്ലോ. ഏയ്, ഞങ്ങള് തമ്മിൽ പെട്ടെന്നങ്ങ് കൂട്ടായില്ലേ, അല്ലേടാ മോനെ? അല്ല, ഇവിടെ ജോലിക്കാരും ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ മോളുടെ ഡെലിവറിക്കായിട്ട് പോയിരിക്കുക. കുറച്ചുനാള് കഴിഞ്ഞ് ഇനി വരും. അയ്യോ, ഈ കുഞ്ഞിനെയും കൊണ്ട് മോൾ ഒരുപാട് കഷ്ടപ്പെട്ടു പോവുമല്ലോ. പുതിയൊരാളെ നോക്കാത്തെന്താ? നന്ദേട്ടൻ അന്വേഷിക്കുന്നുണ്ട്. പറ്റിയൊരാളെ കിട്ടണ്ടേ? അത് നേരാ. എന്താ ഈ കൂട്ടരുടെ ഒരു ഡിമാൻഡ്? ശമ്പളം എത്ര വേണേലും കൊടുക്കാന്ന് വെക്കാം, പക്ഷെ പറ്റിയൊരാളെ കണ്ടെത്താനാ പാട്. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ. അപ്പൊ വീടിന്റെ കാര്യം ഞാൻ ജ്യോതിയെ ഏൽപ്പിക്കുക. ഹസ്ബൻഡിനോട് പറയാൻ മറക്കില്ലല്ലോ? ഇല്ല, ഞാൻ പറയാം. അമ്മൂമ്മ പോട്ടടാ മോനെ. കോടതിയിൽ ഈ കാര്യം ഡോക്ടറെ കൊണ്ട് നിഷേധിക്കാൻ പറ്റിയാൽ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിരിക്കും. നിന്റെ ഒരു ഊഹം വെച്ച് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അവരൊന്നും ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. പറഞ്ഞൊക്കെ വെച്ച് നോക്കുമ്പോ അവരും വല്ലാത്ത പ്രഷർ അനുഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തോന്ന് പ്രഷർ? അവരന്ന് ചെയ്ത വൃത്തികേടിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ ഇത്. ആവശ്യം വരുമ്പോൾ ഇവറ്റകളുടെ ഡിമാൻഡ് കാണുമ്പോഴാ. അവരങ്ങനെ സപ്പോർട്ട് ചെയ്താലും ശശിയുടെ ആവശ്യം പരിഗണിക്കാവുന്നതല്ലേ ഉള്ളൂ ഏട്ടാ. മേ ബി കോടതി ഒരു DNA ടെസ്റ്റിന് റെഫർ ചെയ്താൽ? അതത്ര എളുപ്പമൊന്നും കോടതി അംഗീകരിക്കുന്ന കാര്യമല്ല. ഹോസ്പിറ്റൽ റെക്കോർഡ്സും ഡോക്ടറുടെ മൊഴിയും ഒക്കെ നമുക്ക് അനുകൂലമാണെങ്കിൽ പിന്നെ അയാളുടെ ഡിഫൻസ് ഒക്കെ ഫേക്ക് ആണെന്ന് നമുക്ക് എളുപ്പം കൺവിൻസ് ചെയ്യിക്കാനാവും. അതൊക്കെ വാദിക്കുന്ന വക്കീലിന്റെ മിടുക്ക് പോലിരിക്കും. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് അറ്റ് എനി കോസ്റ്റ് ആ ഡോക്ടറെ നമ്മുടെ ഭാഗത്താക്കുക എന്നുള്ളതാണ്. അവരുടെ ഒറ്റ മൊഴി മതി വിധി നമുക്ക് അനുകൂലമാവാൻ. നീ ഒരു കാര്യം ചെയ്യ്, സൗകര്യം പോലെ ആ ഡോക്ടറുമായിട്ട് ഒരു അപ്പോയിൻമെന്റ് കൂടി വെക്ക്. ഞാനും വരാം. കാര്യങ്ങൾ നമ്മൾ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർ ഒഴിഞ്ഞു മാറില്ലെന്നാണ് എൻ്റെ വിശ്വാസം.
ഇനി അഥവാ അവരെന്തെങ്കിലും വൈമനസ്യം പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് വരട്ടും. എല്ലാം നോക്കുമ്പോൾ കുറഞ്ഞതൊരു 3-4 കൊല്ലം അഴിയെണ്ണാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ നമ്മളിത് ബിൽഡ് ചെയ്യുമെന്ന് കണ്ടാൽ അവർ താനെ സമ്മതിച്ചോളും. സമ്മതിച്ചില്ലെങ്കിൽ അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. അതിന് കഴിയില്ലെങ്കിൽ പിന്നെ ആണാണെന്ന് പറഞ്ഞ് മൂക്കിന് താഴെ മീശ വെച്ച് നടക്കുന്നത് എന്തിനാണ് നീയൊക്കെ? എന്തെങ്കിലും പറയുമ്പോ നീ ഇങ്ങനെ തലയും തഴ്ത്തി നിന്നിട്ട് കാര്യമില്ല. ഭാര്യയെ വരച്ച വരയിൽ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ എന്റെ മോൻ ഇങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും. ശശികുട്ടനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? കുറെയൊക്കെ വീണ്ടും വിചാരം ആ പെങ്കൊച്ചിന് തോന്നണ്ടേ? അത് ഇവന്റെ പിടിപ്പുകേടുണ്ട്. നിനക്ക് വയ്യെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്യാം. പക്ഷേ അതിന് ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. എന്താ സമ്മതമാണോ നിനക്ക്? അമ്മയ്ക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. നിന്റെ താല്പര്യത്തിന് കൂട്ടു നിൽക്കാൻ തയ്യാറല്ലാത്ത ഒരുത്തിയെ നിനക്ക് വേണ്ടത് നീ തീർത്തു പറയണം. എന്താ നിനക്കതിന് മനസ്സുണ്ടോ? കഴിയില്ലല്ലേ? എന്ന കുഞ്ഞിന് കിട്ടുന്ന കാര്യം എന്റെ മോനങ്ങ് മറന്നേക്ക്. ഇങ്ങനെ വെട്ടിയാലേ നമുക്ക് ശ്യാമയെ കൊണ്ട് അതിന് സമ്മതിപ്പിക്കാൻ കഴിയുള്ളൂ കുട്ടാ. അതുകൊണ്ടല്ലേ. എന്നിട്ടും ശ്യാമ അതിന് സമ്മതിച്ചില്ലെങ്കിലോ? ഈ വീട്ടിൽ പിന്നെ അവൾക്ക് സ്ഥാനം ഉണ്ടാവില്ല. ഉപേക്ഷിക്കണം നീ അവളെ. കൊള്ളാം. കൊള്ളാം, നന്നായിട്ടുണ്ട് അമ്മയുടെ തീരുമാനം. എത്ര എളുപ്പം അമ്മയ്ക്ക് ഇത് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞു. പക്ഷെ ഉപേക്ഷിക്കേണ്ടി വരുന്നത് ശ്യാമയെടുത്തി മാത്രമായിരിക്കില്ല, ശശിയുടെ ജീവിതം കൂടിയായിരിക്കും. നിനക്കെന്താ ഇവിടെ കാര്യം? അപ്പുറത്ത് പോ. കുട്ടികൾ ഭാരിച്ച കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കണ്ട. അതിനോട് കുട്ടികളാരില്ലല്ലോ. ഇതുപോലെ പല തീരുമാനങ്ങളും മുമ്പും അമ്മ എടുത്തിരുന്നു. അമ്മ പറഞ്ഞ പോലെ അന്ന് ഞാൻ കുട്ടിയായിരുന്നിരിക്കാം. പക്ഷേ പ്രായപൂർത്തിയായ ഒരാളെന്ന നിലയ്ക്ക് ഈ കുടുംബത്തിൽ അമ്മ എടുക്കുന്ന തീരുമാനത്തെ കുറിച്ച് അറിയാൻ എനിക്ക് അവകാശമുണ്ട്. അമ്മയുടെ തണലിൽ നിന്ന് പുറം ലോകം കണ്ടിട്ട് അധിക നാളായില്ലല്ലോടാ. അതിനു മുമ്പ് തുടങ്ങിയോ എന്നെ ധിക്കരിക്കാൻ? ദേ, നിന്റെ അഭിപ്രായം ചോദിക്കേണ്ട സമയം വരുമ്പോ ഞാൻ അറിയിക്കാം. തൽക്കാലം എന്റെ മോൻ പോകാൻ നോക്ക്. അങ്ങനെ എന്നെ പറഞ്ഞുവിടാൻ വരട്ടെ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഊതിപ്പെരിപ്പിച്ച് ശശിയുടെ ജീവിതം നശിപ്പിക്കാനുള്ള അമ്മയുടെ പുറപ്പാടുണ്ടല്ലോ, അതിന് കൂട്ടുക ഞാൻ തയ്യാറല്ല. കൺമണിക്കിളി പൊന്നിളം കിളി രാരി രാരി